Good afternoon, everyone. How are you? So, as we are always saying, stay safe and secure wherever you are, okay? Take care of your family also. So, today we are continuing the last day's class, and I hope you all remember what we have discussed in our last class. That was ecosystems. We were saying about ecosystems. And we understood what is meant by ecosystem, then what is terrestrial, what is aquatic ecosystem, then at subglobal level and global level how this geographical areas are divided. So all those details we have discussed in the last class. Okay, so today we are going to the next paragraph. We'll begin. Ready for that? Okay. At a national or state level, this forms biogeographic regions. There are several distinctive geographical regions in India. That is, നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞു സബ് ഗ്ലോബൽ ലെവലിൽ ഓരോ റെലംസ് ആയിട്ട് ഓരോ ഏരിയാസിനെ തിരിച്ചിരിക്കുന്നു, ഡിവൈഡ് ചെയ്തിരിക്കുന്നു അല്ലേ. അപ്പം നേഷണൽ ലെവലിലോ അല്ലെങ്കിൽ സ്റ്റേറ്റ് ലെവലിലോ നമ്മൾ എങ്ങനെയാണ് ഇതിനെ നമ്മൾക്ക് കാണാൻ സാധിക്കുക? ദിസ് ഫോംസ് ബയോജിയോഗ്രഫിക് റീജിയൻസ്. ഓരോ ഏരിയാസ് ആയിട്ട്, ഓരോ ബയോജിയോഗ്രഫിക് റീജിയൻസ് ആയിട്ട് ഇതിനെ ഡിവൈഡ് ചെയ്തിരിക്കുന്നു. ഫോർ എക്സാമ്പിൾ, there are several distinctive geographical regions in India: the Himalayas, the Gangetic Plains, the highlands of central India, the western and eastern Ghats, the semi-arid desert in the west, so etc. etc. അപ്പോൾ ഏതൊക്കെയാണ്? നമുക്ക് ഇന്ത്യയുടെ കാര്യം എടുക്കുകയാണെങ്കിൽ ഈ ഭൂപ്രദേശങ്ങളെ എങ്ങനെ വേർതിരിച്ചിരിക്കുന്നു? പല പല പേരുകളിൽ ഭൂപ്രകൃതിക്ക് അനുസരിച്ചിട്ട് അതിനെ ഡിവിഷൻ കൊടുത്തിരിക്കുന്നു അല്ലേ, ഡിവൈഡ് ചെയ്തിരിക്കുന്നു. അപ്പോൾ ഹിമാലയാസ്, അതുപോലെ തന്നെ ഗേഞ്ചറ്റിക് പ്ലെയിൻസ് മീൻസ് ഗംഗാതടങ്ങൾ, അതുപോലെ ഹൈലാൻഡ്സ് ഓഫ് സെൻട്രൽ ഇന്ത്യയിലുള്ള ഹൈലാൻഡ് ഏരിയ, അതായത് ഉയർന്ന പ്രദേശങ്ങൾ, അതുപോലെ നമ്മുടെ പശ്ചിമഘട്ടവും അതുപോലെ കിഴക്കൻ മലനിരകളും, പിന്നെയോ ദ സെമി arid desert in the west. Semi arid desert എന്ന് പറഞ്ഞാൽ എന്താണ്? Semi arid means dry area or little water means വാട്ടറിൻ്റെ അളവ് വളരെയധികം കുറഞ്ഞ രീതിയിൽ. ഫോർ എക്സാമ്പിൾ റെയിൻഫോൾ കുറഞ്ഞ പ്ലേസ്, മഴയൊക്കെ കുറഞ്ഞ ഏരിയാസ്, വെള്ളം കുറഞ്ഞ ഏരിയാസ്, അതാണ് സെമി അരിഡ് ഡെസേർട്ട് എന്ന് പറയുന്നത്, ഡ്രൈ ഏരിയാസ്. ദെൻ ദ ഡെക്കാൻ പ്ലേറ്റ്യൂ, ദ കോസ്റ്റൽ ബെൽറ്റ്സ്, തീരദേശ മേഖലകൾ, ആൻഡമാൻ ആൻഡ് നിക്കോബാർ ഐലൻഡ്സ്. അപ്പോൾ ഇന്ത്യയുടെ കാര്യം എടുക്കുകയാണെങ്കിൽ ഇങ്ങനെ പല പല ഭൂപ്രദേശങ്ങളായിട്ട് നാമകരണം ചെയ്തിരിക്കുകയും അത് പല രീതിയിലും ഒന്ന് മറ്റൊന്നിൽ നിന്നും വിഭിന്നമായിട്ട് നമുക്ക് കാണാൻ സാധിക്കുകയും ചെയ്യും. മനസ്സിലായല്ലോ? These geographically distinctive areas have plants and animals that have been adapted to live in each of these regions. That is, these geographically distinctive areas, ഈ ഭൂപ്രദേശങ്ങൾ, അതായത് വ്യത്യസ്തങ്ങളായിട്ടുള്ള ഡിസ്റ്റിങ്റ്റീവായിട്ടുള്ള ഈ ഭൂപ്രദേശങ്ങൾ, അവിടെ എന്തെല്ലാം നമ്മൾക്ക് കാണാൻ സാധിക്കും? ഹാവ് പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ് ദാറ്റ് ഹാവ് ബീൻ അഡാപ്റ്റഡ് എന്ന് പറഞ്ഞാൽ എന്താ? ടു ബിക്കം ഫെമിലിയർ ഇൻ എ ന്യൂ ഏരിയ അല്ലേ. ഒരു പുതിയ ഏരിയയിൽ കുറച്ച് നാളവിടെ വാട്ട് ടു സേ, അഡാപ്റ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു പുതിയൊരു കാര്യം കുറച്ച് നാൾ കൊണ്ട് ശീലിക്കുന്നതിലൂടെ നമ്മൾ അത് സ്വായത്തമാക്കുക, അല്ലെങ്കിൽ അതിനോട് താതാത്മ്യം പ്രാപിക്കുക, സമരസപ്പെടുക എന്നൊക്കെയുള്ള മീനിങ് ആണ്. ഓക്കെ, ദാറ്റ് ഈസ് ബിക്കം ഫെമിലിയർ വിത്ത് എ ന്യൂ കണ്ടീഷൻ. ഒരു പുതിയ ഒരു കണ്ടീഷനുമായിട്ട് നമ്മൾ ഒന്ന് അഡ്ജസ്റ്റഡ് ആവുക, അഡാപ്റ്റ് ചെയ്യുക. ഓക്കെ, സോ what we were saying, these geographical areas have plants and animals that have been adapted to live in each of these regions. അപ്പം ഈ ഏരിയാസിലൊക്കെ ജീവിക്കാൻ അല്ലെങ്കിൽ അതിനെ അഡാപ്റ്റ് ചെയ്യാൻ, ഈ ഏരിയാസിനെ അഡാപ്റ്റ് ചെയ്യാൻ, അതിനോട് താതാത്മ്യം പ്രാപിച്ചുകൊണ്ട് ജീവിക്കാൻ പ്രാപ്തരായിട്ടുള്ള
ആനിമൽസിനെയും പ്ലാന്റ്സിനെയും ഒക്കെ നമുക്ക് ആ ഏരിയാസിൽ കാണാൻ സാധിക്കും. അതായത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതുപോലെ തന്നെ വനാന്തര ഭാഗത്തുള്ള ഒരു ജീവജാലമായിരിക്കില്ല ഒരു പക്ഷേ ഡെസേർട്ടിൽ കാണുന്നത്. ഇനി ഡെസേർട്ടിൽ കാണുന്ന ഒരു ജീവിവർഗമായിരിക്കില്ല ഒരു റിവർ ഏരിയയിൽ കാണുന്നത്. സോ ഓൾ ദോസ് വാട്ട് ടു സേ ലിവിങ് ആൻഡ് നോൺ ലിവിങ് കോമ്പണൻസ് ഓഫ് ദ എർത്ത് ഡിഫേഴ്സ് ഫ്രം വൺ അനദർ ഇൻ ഏരിയാസ് ഓർ റീജിയൻസ്. മനസ്സിലായല്ലോ? അപ്പോൾ ഒരു ആവാസ വ്യവസ്ഥയിൽ കാണുന്ന ജീവിവർഗ്ഗങ്ങളായിരിക്കില്ല മറ്റൊരു ആവാസ വ്യവസ്ഥയിൽ നമ്മൾക്ക് കാണാൻ സാധിക്കുന്നത്. മനസ്സിലാവുന്നുണ്ടല്ലോ പറയുന്നത്? ഓക്കെ, സോ വിൽ ഗോ ടു ദ നെക്സ്റ്റ് പാര. At an even more local level, each area has several structurally and functionally identifiable ecosystems such as different types of forests, grasslands, river catchments, mangrove swamps in deltas, seashores, islands, etc. To give only a few examples. എന്താണ് നമ്മൾ കുറച്ചുകൂടി ലോക്കൽ ഏരിയാസിൽ അല്ലെങ്കിൽ ലോക്കൽ ലെവലിലേക്ക് നമ്മൾ ഗ്ലോബൽ ലെവലിൽ സ്റ്റാർട്ട് ചെയ്തു, സബ് ഗ്ലോബൽ ലെവലിലെത്തി, അതിനുശേഷം നമ്മൾ നാഷണൽ ലെവലിൽ പറഞ്ഞു, സ്റ്റേറ്റ് ലെവലിൽ പറഞ്ഞു. ഇപ്പോൾ നമ്മൾ പറയുന്നത് റീജിയണൽ ഏരിയാസ് അല്ലെങ്കിൽ കുറച്ചുകൂടി ലോക്കൽ ഏരിയാസിൽ നോക്കുന്ന സമയത്ത്, അതായത് ഒരു ചെറിയൊരു പ്രദേശത്തെ എടുത്ത് നമ്മൾ നോക്കുന്ന സമയത്ത് നമ്മൾക്ക് എന്താ കാണാൻ സാധിക്കുന്നത്? ഈച്ച് ഏരിയ ഹാസ് സെവറൽ സ്ട്രക്ചറലി ആൻഡ് ഫങ്ഷണലി ഐഡൻറ്റിഫയബിൾ ഇക്കോസിസ്റ്റംസ്. അതായത് സ്ട്രക്ചറിൻ്റെ അടിസ്ഥാനത്തിലും അതുപോലെ തന്നെ അവിടെയുള്ള ഫങ്ഷൻസിൻ്റെ അടിസ്ഥാനത്തിലും അല്ലേ, ഘടനാപരമായും അതുപോലെ തന്നെ അവിടുത്തെ നേച്ചർ ആ ഒരു എന്താ പറയുക അതായത് ഓരോ ഏരിയാസിലുമുള്ള പ്രത്യേകതകൾക്ക് അനുസരിച്ചിട്ട് താതാത്മ്യം പ്രാപിച്ചുകൊണ്ടുള്ള ഇക്കോസിസ്റ്റംസ് നമ്മൾക്ക് കാണാൻ സാധിക്കും. അത്തരത്തിലുള്ള വ്യത്യസ്തങ്ങളായ ഇക്കോസിസ്റ്റംസ് ഏതൊക്കെയാണ്? ഫോറസ്റ്റുകൾ കാണാം, ഗ്രാസ് ലാൻഡ് കാണാം, റിവർ കാഷ്മെൻറ്റ്സ് കാണാം. എന്താണ് റിവർ കാഷ്മെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ? വെള്ളം സംഭരിച്ചു വെക്കപ്പെടുന്ന സ്ഥലങ്ങൾ അല്ലെങ്കിൽ നീരൊഴുക്കുള്ള പ്രദേശങ്ങൾ, അതാണ് റിവർ കാഷ്മെൻറ്റ്സ് എന്ന് പറയുന്നത്. ഈ ക്ലാസ്സിനൊടുവിൽ അതിൻ്റെ പിക്കുകൾ മിസ് പ്രൊവൈഡ് ചെയ്യാം. ദെൻ മാൻഗ്രോവ് സ്വാംസ്. മാൻഗ്രോവ് സ്വാംസ് എന്ന് പറഞ്ഞാൽ എന്താണ്? കണ്ടൽ കാടുകൾ അല്ലേ, കണ്ടൽ വനങ്ങൾ. നമ്മുടെ ഏരിയാസിലൊക്കെ ഏറ്റവും കൂടുതൽ നമുക്ക് കാണാൻ സാധിക്കുന്ന, ഇപ്പം ഫോർ എക്സാമ്പിൾ തലശ്ശേരി, ധർമ്മടം, ആ ഒരു ഏരിയയിലൊക്കെ നമുക്ക് കൂടുതൽ കാണാൻ സാധിക്കുന്നതാണ് എന്ത്? കണ്ടൽ വനങ്ങൾ. ഇൻ ഡെൽറ്റാസ്, ദെൻ സീ ഷോസ്, ഐലൻഡ്സ് എക്സെട്ര, ടു ഗിവ് ഓൺലി എ ഫ്യൂ എക്സാമ്പിൾസ്. സോ ഇത്തരം ലോക്കൽ ഏരിയാസിൽ നമ്മൾ പോകുന്ന സമയത്ത് നമ്മൾക്ക് വളരെ എളുപ്പത്തിൽ കാണിക്കാൻ സാധിക്കുന്ന ഇക്കോസിസ്റ്റംസ് ആണ് നമ്മൾ നേരത്തെ ചർച്ച ചെയ്തിട്ടുള്ള ഇക്കോസിസ്റ്റംസ്. അതിന് ഉദാഹരണങ്ങളാണ് ഏതൊക്കെ? ഫോറസ്റ്റുകളും ഗ്രാസ് ലാൻഡുകളും ഈ പറഞ്ഞ മാൻഗ്രോവ് സ്വാംസും റിവർ കാഷ്മെൻറ്റ്സും ഒക്കെ. മനസ്സിലായല്ലോ? Here too, each of these forms a habitat for specific plants and animals. അപ്പം ഇവിടെയും വ്യത്യസ്തങ്ങളായിട്ടുള്ള, അതായത് ഈ ഒരു ഏരിയയിൽ സർവൈവ് ചെയ്യാൻ പറ്റുന്ന അല്ലേ, സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ് എന്നല്ലേ നമ്മൾ പറയുന്നത്. അപ്പം ഈ ഏരിയാസിൽ ഫോർ എക്സാമ്പിൾ കണ്ടൽക്കാടുകളിൽ എന്താ പറയുക നിവസിക്കാൻ കഴിയുന്ന ജീവജാലങ്ങൾ, അതുപോലെ തന്നെ നമ്മുടെ ചെറിയ ചെറിയ അരുവികളിലും നീരൊഴുക്കുള്ള പ്രദേശങ്ങളിലും നിവസിക്കാൻ കഴിയുന്ന ജീവിവർഗ്ഗങ്ങൾ, അങ്ങനെ ഒന്നിൽ നിന്നും വളരെയധികം വിഭിന്നമായിരിക്കും. അപ്പം ഇവിടെയൊക്കെ നമുക്ക് എന്ത് കാണാൻ സാധിക്കുന്നു? ഒരു ആവാസ വ്യവസ്ഥ, ഹാബിറ്റാറ്റ് അല്ലേ, ഒരു ആവാസ വ്യവസ്ഥ നമ്മൾക്ക് കാണാൻ സാധിക്കുന്നു. അതായത് ഓരോ ഏരിയക്കും അനുസരിച്ചിട്ട് അവിടെ രൂപാന്തരം പ്രാപിച്ചു വരുന്ന ജീവിവർഗങ്ങളും വ്യത്യസ്തങ്ങളായിരിക്കും. ആ ഒരു പ്രദേശത്തിനോട് താതാത്മ്യം പ്രാപിച്ച് ജീവിക്കാൻ പറ്റുന്ന, സർവൈവ് ചെയ്യാൻ പറ്റുന്ന ജീവിവർഗങ്ങളാണ് ഓരോ ഏരിയാസിലും സ്വന്തമായിട്ട് അല്ലെങ്കിൽ ഓരോ ഏരിയാസിനും ഓൺ ചെയ്യാൻ സാധിക്കുന്നത്. മനസ്സിലായല്ലോ? So we'll go to the next para. Ecosystems have been formed on land and in the sea by evolution that has created species to live together in a specific region. എന്താണ് ഈ ഇക്കോസിസ്റ്റംസ് എന്ന് പറയുന്നത്? അതായത് ഈ ആവാസ വ്യവസ്ഥ എന്ന് പറയുന്നത് ഭൂമിയിലും നമ്മുടെ കരയിലും കടലിലും, കരയിലാണെങ്കിലും കടലിലാണെങ്കിലും എങ്ങനെയാണ് പരിണാമത്തിലൂടെ, ഇവല്യൂഷനിലൂടെ, ഇവല്യൂഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം പ്ലാന്റ്സും ആനിമൽസും ഒക്കെ ആയിരക്കണക്കിന് വർഷങ്ങളായിട്ട് ആദ്യത്തെ സിമ്പിൾ ഫോമിൽ നിന്നും മാറിയിട്ട് ഏറ്റവും അഡ്വാൻസ്ഡ് ആയ ഫോമിലേക്ക് മാറുക, അതാണ് ഇവല്യൂഷൻ എന്ന് പറയുന്നത് അല്ലേ. പരിണാമ സിദ്ധാന്തം നമ്മൾക്കറിയാവുന്നതാണ്, ഇവല്യൂഷൻ തിയറി. സോ ഈ ഒരു ഇവല്യൂഷൻ്റെ ബേസിലാണ് ഓരോ ജീവിവർഗവും കരയിലാണെങ്കിലും കടലിലാണെങ്കിലും ഓരോ സ്പീഷീസും ഒരു സ്പെസിഫിക് ഏരിയയിൽ
അധിവസിക്കുന്നത് അല്ലെങ്കിൽ അവിടെ രൂപാന്തരം പ്രാപിച്ചു വരുന്നത് അല്ലേ. അതായത് കുറേ വർഷങ്ങളെടുത്തിട്ടാണ് ഓരോ സിസ്റ്റത്തിലും സ്പീഷീസിനെ നമ്മൾക്ക് പല 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 രൂപങ്ങളിലും അതിൻ്റെ ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഫോമിലും നമ്മൾക്ക് കാണാൻ സാധിക്കുന്നത് എന്നാണ് പറയുന്നത്. Thus, ecosystems have both non-living and living components that are typical to an area, giving in its own special characteristics that are easily observed. നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞ സംഭവമാണ്. ഓരോ ഇക്കോസിസ്റ്റത്തിലും ഉള്ള ബയോട്ടിക്കും അബയോട്ടിക്കുമായിട്ടുള്ള, അതായത് ലിവിങ്ങും നോൺ ലിവിങ്ങുമായിട്ടുള്ള കോമ്പണൻസ് എന്താണ്, സ്പെഷ്യൽ ക്യാരക്ടറിസ്റ്റിക്സോട് കൂടിയിട്ട് നമ്മൾക്ക് വളരെ പെട്ടെന്ന് തന്നെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള സ്പെഷ്യൽ ക്യാരക്ടറിസ്റ്റിക്സോട് കൂടിയിട്ടുള്ള ലിവിങ് ആൻഡ് നോൺ ലിവിങ്, ടിപ്പിക്കൽ ആയിട്ടുള്ള ലിവിങ് ആൻഡ് നോൺ ലിവിങ് കോമ്പണൻസിൻ്റെ ബേസിലാണ് ഓരോ ഇക്കോസിസ്റ്റവും രൂപാന്തരം പ്രാപിച്ചു വരുന്നത് എന്നാണ് നമ്മൾക്ക് ആ ഒരു പാരഗ്രാഫ് പറഞ്ഞു തരുന്നത്. Okay, so I hope you all understood what is discussed in the class today. That is, we studied or we discussed at national level India is, or the geographical condition of India is divided into so many areas. For example, that is Himalayas, then Eastern Ghats, then Western Ghats, etc. etc. Then what we have said, ഓരോ ഏരിയാസിലും, അതായത് ഓരോ ഡിസ്റ്റിങ്റ്റീവ് ഏരിയാസിലും സർവൈവ് ചെയ്യാൻ പറ്റുന്ന ഇക്കോസിസ്റ്റംസ് നമ്മൾക്ക് ഓരോ സ്ഥലങ്ങളിലും കാണാൻ സാധിക്കും. ഫോർ എക്സാമ്പിൾ ഫോറസ്റ്റ്, ഗ്രാസ് ലാൻഡ്സ്, റിവർ കാച്ച്മെൻറ്റ്സ്, എക്സെട്ര എക്സെട്ര. ദെൻ ഫൈനലി വി സെഡ് ഇറ്റ്സ് എ കോമ്പിനേഷൻ ഓഫ് ദ ലിവിങ് ആൻഡ് നോൺ ലിവിങ് കോമ്പണൻറ്റ്സ് വിച്ച് is formed into an area which is typical and which is best for the species which is living there. ഇങ്ങനെ ആയിരക്കണക്കിന് വർഷങ്ങളായിട്ട് രൂപാന്തരം പ്രാപിച്ചു വരുന്ന പല പല ജീവിവർഗങ്ങളെ നമ്മൾക്ക് ഓരോ ഇക്കോസിസ്റ്റത്തിലും കാണാൻ സാധിക്കും എന്നാണ് ഒടുവിൽ നമ്മൾ പറഞ്ഞ് നിർത്തിയത്. ഓക്കെ, സോ rehear this and again and again you please go through the chapters and reread it and try to understand that. Okay, so hope all you enjoyed the class. Have a nice day to all of you. That's all for today's class. Thank you.